ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് വിട്ടുമാറാത്ത കഴുത്ത് വേദന, മൊബൈൽ ഫോൺ ഒരു വില്ലനോ, ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് സീനിയർ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജനായ ഡോക്ടർ അൻസു ആനന്ദ് സർ. പരിപാടിയിലേക്ക് സ്വാഗതം സർ. താങ്ക് യു. നമസ്കാരം. നമസ്കാരം സർ. അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ഒരു വില്ലനാണോ എന്ന്. ശരിക്കും വില്ലനാണോ സർ ഈ മൊബൈൽ ഫോൺ കഴുത്ത് വേദനയ്ക്ക്? അതെ, തീർച്ചയായിട്ടും കഴുത്ത് വേദന നമുക്ക് കഴുത്ത് വേദന വരാത്തവരാരും തന്നെ ഉണ്ടാവും തോന്നുന്നില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴുത്ത് വേദന വരാത്തവര്. അതെ. ഇപ്പം അതില് പ്രധാനമായ ഒരു വില്ലൻ ഒരു പരിവേഷമുള്ള ഒരു കാരണം മൊബൈൽ ഫോൺ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ടോപ്പിക് തന്നെ സെലക്ട് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പൊ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി നമ്മുടെ കഴുത്തിന്റെ ഒരു എന്തുകൊണ്ടാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പം കഴുത്ത് വേദന വരാനോ അല്ലെങ്കിൽ അത് വിട്ടുമാറാൻ നിൽക്കുന്നതിന്റെ കാരണത്തിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ 7 കശേരുക്കളാണ് കഴുത്തിന്റെ ഒരു നോർമൽ സ്ട്രക്ചർ. 7 കശേരുക്കളും അതിന് ചുറ്റുമുള്ള മസിലുകളും. അപ്പൊ 7 കശേരുക്കളിൽ ആദ്യത്തെ 2 കശേരുക്കൾക്ക് പേരുണ്ട്. ശരിക്കും ശരീരത്തിലെ മറ്റ് കശേരുക്കളെ അപേക്ഷിച്ച് ഇതിന് ഒന്നാമത്തെ കശേരുവിന്റെ പേര് അറ്റ്ലസ് എന്നാണ്. അറ്റ്ലസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ഗോഡാണ്. നമ്മുടെ പ്രപഞ്ചത്തിനെ താങ്ങി നിർത്തിയേക്കുന്ന എന്ന് സങ്കല്പിക്കപ്പെടുന്നത് ഈ അറ്റ്ലസ് ദേവനാണ്. അതുപോലെ നമ്മുടെ തലയെ സപ്പോർട്ട് ചെയ്യുന്ന തലയൊട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതി, അതിന്റെ ഷേപ്പും അതുപോലെയാണ് അറ്റ്ലസ്. ആ അറ്റ്ലസ് ആണ് ഒന്നാമത്തെ നമ്മുടെ കഴുത്തിന്റെ കശേരു. രണ്ടാമത്തെ പേര് ആക്സിസ് എന്നാണ്. ആക്സിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അച്ചുതണ്ട്. ആ അച്ചുതണ്ടിലാണ് നമ്മളെ കഴുത്ത് 2 സൈഡിലേക്കും തിരിയുകയും നമുക്ക് ആ മൂവ്മെന്റ് 2 സൈഡിലേക്കുമുള്ള ഇടത്തോട്ടും വലത്തോട്ടും ഉള്ള മൂവ്മെന്റ്സ് സാധിക്കുന്നതും, 2 സൈഡിലോട്ടും കുറച്ച് മൂവ്മെന്റും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഉള്ള കുറച്ച് ചെറിയ മൂവ്മെന്റും മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിൽ സാധ്യമാവുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള മസിലുകളും അതിന്റെ നമ്മുടെ കഴുത്തിന്റെ ഭാരം താങ്ങാനുള്ള മസിലുകളും മാത്രമാണ് നമ്മുടെ കഴുത്തിലുള്ളത്. അപ്പം അതിൽ കൂടുതൽ സ്ട്രെയിൻ വരുന്നതാണ് നമ്മൾ ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന രീതി കൊണ്ട്. അതായത് ഏകദേശം നമ്മളിപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നോർമലായിട്ട് നേരെ ഇരുന്ന് ഒരു മൊബൈൽ ഫോണോ ഒരു ടിവിയോ കാണുമ്പം നമ്മുടെ കഴുത്തിന് നമ്മുടെ തലയ്ക്ക് ഏകദേശം ഒരു 4 കിലോളം വെയിറ്റ് ഉണ്ടാവാം മാക്സിമം ഒരാളുടെ തലയ്ക്ക്. അത് താങ്ങാനുള്ള ശേഷി മാത്രമേ നമ്മുടെ മസിലുകൾക്കുള്ളൂ. പക്ഷേ നമ്മളൊരു 15 ഡിഗ്രിയിലേക്ക് പോകുമ്പം അതൊരു 10 കിലോയോ 15 കിലോയോ അതിൽ കൂടുതലേക്ക് ഒരു 45 ഡിഗ്രി ഒക്കെ പോകുമ്പോഴത്തേക്ക് 10-25 കിലോ നമ്മളെ കഴുത്തിൽ എടുത്തു വെക്കുമ്പം വരുന്ന അത്രയും സ്ട്രെയിനാണ് നമ്മുടെ ഈ കഴുത്തുകൾക്ക് വരുന്നത്. നമ്മൾ ബെൻഡ് ചെയ്യുന്തോറും ആ സ്ട്രെയിൻ കൂടും. ആ മസിൽസ് ഭയങ്കരമായിട്ട് വലിയുകയാണ് ചെയ്യുന്നത്, ഭയങ്കര ടൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. സ്പാസം എന്ന് പറയും. അത് ടൈറ്റ് ആകുമ്പോഴത്തേക്ക് അതിനോടൊപ്പം തന്നെ നമുക്കറിയാം ഈ നമ്മുടെ 7 കശേരുകൾക്കിടയിലൂടെ 8 ഞരമ്പുകൾ നമ്മുടെ കയ്യിലേക്ക്, തോള് വഴി കയ്യിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏത് ഞരമ്പ് വേണമെങ്കിലും കൂടുതൽ കുനിയുന്നതനുസരിച്ച് ആ ഞരമ്പുകൾ അവിടെ ഞെരുങ്ങുകയോ അത് വലിയുകയോ ചെയ്യുന്നതനുസരിച്ച് തോളിലോട്ട് വേദനയോ കൈകളിലേക്ക് കഴിക്കുന്ന പോലത്തെ വേദനയോ കൈക്ക് പെരുപ്പോ കൂടുതലാവുന്ന സമയത്ത് കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ ഡിസ്കുകൾക്കൊക്കെ തേയ്മാനം വന്നിട്ട് കയ്യിലോട്ട് പിന്നെ മരവിപ്പ് വരികയും ബലക്കുറവ് വരികയും ഒക്കെ ചെയ്യാം. അപ്പൊ ഇതെല്ലാം ഒരേ അസുഖത്തിന്റെ ലക്ഷണങ്ങളാണ്. അത് കൂടുതലാവുന്നതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ ഇതിനെല്ലാം ഒരു ശ്രോതാവ് കൂടി ലൈൻ ചേരുന്നുണ്ട്. അതാരാണ് നോക്കാം. ഹലോ. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ. ഹലോ. അതെ, റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ചേക്കണേ. ഡോക്ടറോട് ചോദിച്ചോളൂ. അല്ലെ, റേഡിയോയുടെ അടുത്ത് അല്പം മാറി നിന്നാലും മതി. ചോദിച്ചു വന്നിട്ട്. ഞാൻ മാറി നിൽക്കുവാ. ചോദിച്ചു. ഹലോ ഡോക്ടറെ. പറഞ്ഞോളൂ. ആരാണ്? നമസ്കാരം. ആദ്യം നമസ്കാരം. എനിക്ക് പെടലി വേദനയുണ്ട് ഡോക്ടറെ. എവിടുന്നാ വിളിക്കുന്നത്? 10 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഭയങ്കരമായ പെടലി വേദനയായിരുന്നു ഈ ഇടത്തുവശത്ത്. അങ്ങനെ ഞാൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞ് തേയ്മാനം ഉണ്ട്, അങ്ങനെ അവിടെ
7 ദിവസം ഫിസിയോതെറാപ്പി ചെയ്ത്. ഓക്കെ. ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറവില്ലായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് ഡോക്ടർ കോളർ കുറിച്ച് തന്നു. അപ്പൊ ആ കോളർ രാത്രി കിടക്കാൻ നേരത്ത് മാത്രമേ ഊരാവുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ആ കോളർ ഉപയോഗിച്ചാ ഇരുന്നത്. അങ്ങനെ കുറെ നാള് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് എനിക്ക് ഇച്ചിരി ഒരു സുഖം കിട്ടി. ഇപ്പൊ പിന്നെ വീണ്ടും ആ പെടലി വേദന ഇങ്ങോട്ട് വലത്തേ ഭാഗത്തോട്ട് വന്നിട്ട് ഈ കൈയുടെ താഴെ വരെ നമ്മളെ വിരല് വരെ അങ്ങ് ഭയങ്കര വേദനയും, പിന്നെ തന്നെയല്ല എനിക്ക് കോച്ചി പിടിക്കുന്നു കൈയും കാലും. നല്ല ഭംഗിയായിട്ട് അങ്ങ് കോച്ചി പിടിക്കുന്നു. അപ്പൊ ഞാൻ രാത്രി ഉറക്കത്തിൽ കിടന്നാലും ചാടി എണീക്കും. ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടല്ലേ? പിന്നെ ഇത് കൂടാതെ ഡോക്ടറെ ഞാൻ ഈ മുട്ട് രണ്ടും മാറ്റി വെച്ചതാ. ഇപ്പൊ എനിക്ക് അതിന് വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ മുട്ടിന്റെ അടിയിൽ നല്ല വേദന. എനിക്ക് ഒരു പൊടി ഉറങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കര വേദന എന്ന് വെച്ചാൽ ഭയങ്കര വേദന. ഞാനിവിടെ NS ഹോസ്പിറ്റലിലായിരുന്നു അത് ചെയ്തത്. എത്ര വയസ്സുണ്ട്? ഇപ്പൊ എനിക്ക് 64 വയസ്സുണ്ട്. വേറെന്തെങ്കിലും അസുഖമുണ്ടോ ഈ മുട്ട് മാറ്റി വെക്കുന്ന തേയ്മാനം കൊണ്ട്? അയ്യോ എന്റെ പൊന്നു ഡോക്ടറെ, എനിക്ക് BP ഒഴിച്ച് എല്ലാ അസുഖവും ഉണ്ട്. എന്ന് വെച്ചാ ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, തൈറോയിഡ് ഉണ്ട്, നരമ്പിന് പ്രശ്നമുണ്ട്, കണ്ണിന് തിമിരമുണ്ട്, പൈൽസിന്റെ അസുഖമുണ്ട്, പിന്നെ ഒന്നും പറയണ്ട എല്ലാ അസുഖവും ഉണ്ട്. ഇപ്പൊ ഈ ജോലിക്കകത്തുള്ള പ്രശ്നത്തിന് ഞാൻ മെഡിസിറ്റി പൊയ്ക്കൊണ്ടിരിക്കുക നമ്മളെ ബേബി മാത്യു ഡോക്ടറെ കാണാൻ. അപ്പൊ ഇത്രയും അസുഖമായിട്ട് ഞാൻ നടക്കുവാ ഡോക്ടറെ. എന്നാലും നമ്മളെ ആ ഒരു മനസ്സിന്റെ ധൈര്യം കൊണ്ട് ഇങ്ങനെ അങ്ങ് നടക്കുന്നതേ ഉള്ളൂ. അവസ്ഥയായിട്ട് ഇരുന്നാ നമ്മൾ ഇരുന്നത് തന്നെ. നമുക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞ് നമ്മളങ്ങ് കിടക്കിയ. പക്ഷെ എനിക്കിപ്പൊ ഈ അതുപോലെ ഭയങ്കര വേദന. അങ്ങനെ നടുവേദനയായിട്ട് അങ്ങനെ ഞാൻ ഡോക്ടറെ ഒന്ന് കാണാനായിട്ട് നമ്മളെ നായഴ്സിലായിരുന്നു എനിക്ക് ഫുൾ ചികിത്സ. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടത്തെ നമ്മളെ ശശിധര പണിക്കർ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോ പറഞ്ഞ് പിത്താശയക്കല്ലിനുണ്ട് 10% ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാം പറയുള്ളൂ. ഞാൻ നമ്മളിപ്പോ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അത് മാത്രം പെടലിവേദനയുടേത് മാത്രം പറഞ്ഞാൽ മതിയെന്ന് ബാപ്പ പറഞ്ഞു. അതെ. അല്ല, നമുക്കത് മറ്റേ വിഷയങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ പെടലി വേദന പറഞ്ഞത് ഞാൻ അതിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ നമ്മള് കൂടുതലും മൊബൈൽ ഫോൺ യൂസ് ചെയ്യാറുണ്ടോ? മൊബൈൽ ഫോൺ നമുക്ക് ടച്ച് ഫോണൊന്നുമല്ല ഡോക്ടറെ, സാധാരണ ഫോണാണ്. ഇപ്പൊ സാധാരണ ഫോൺ കുഴപ്പമില്ല. എന്നാലും മറ്റു ചില കാരണങ്ങളുണ്ട്. നമ്മളിപ്പോ ടി വി കാണുന്ന കാരണങ്ങൾ കൊണ്ട് TV നമ്മൾ കിടന്നുകൊണ്ട് കാണുമോ, അല്ലെങ്കിൽ ഒരു കഴുത്തിന് ആയാസം വരുന്ന രീതിയിലുള്ള ഇല്ല, അതില്ല. നമ്മളൊരു കസേര ഇട്ട് നമ്മള് നേരെ ഓക്കെ ചാരി ഇരുന്ന് ശരി, വൈകുന്നേരത്തെ 6:30 തുടങ്ങുന്നത് 9:30 നിർത്തോളൂ. അപ്പൊ അത് വേറെയും കാരണങ്ങളുണ്ട്. നമ്മുടെ വീട്ടിലെ ജോലികൾ തന്നെ കൂടുതലായിട്ട് ചെയ്താലും വരാം. സ്ത്രീകൾ വീട്ടമ്മ ജോലികൾ ഞാൻ ചുമ്മാ ഇരിക്കത്തില്ല. വാപ്പ എന്നെ വഴക്ക് പറയും. അപ്പൊ അതൊന്നും നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മള് പ്രത്യേകിച്ച് സാധാരണ ജോലികളായിട്ടുള്ളത് തൂക്കുക, തുടയ്ക്കുക, തുണി അലക്കുക, ഈ കുനിഞ്ഞ് വെയിറ്റ് എടുക്കുക. നമ്മളിപ്പം ചെടികളൊക്കെ നമ്മൾ കുനിയുമ്പോൾ കൈകൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിലും അതിനോടൊപ്പം തന്നെ കഴുത്തിനും ആയാസം വരുന്നുണ്ട്. അപ്പം തേയ്മാനം നേരത്തെ ഉള്ള രോഗിക്ക് തീർച്ചയായിട്ടും അത് കൂടുതലായിട്ട് വരാം. അതിന് വേണ്ടിയിട്ടായിരിക്കാം കോളറൊക്കെ ഇടാൻ പറഞ്ഞു. പകൽ കോളർ ഇടുമ്പോൾ നമുക്ക് കഴുത്തിനൊരു റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫിസിയോതെറാപ്പിയാണ്. ഫിസിയോതെറാപ്പിയിൽ നമ്മൾ കുറച്ച് വ്യായാമങ്ങളുണ്ട്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ മസിൽസിന്റെ പിടുത്തം കുറയ്ക്കാനുള്ള ചില തെറാപ്പിയുണ്ട്. ഇന്റർവെൻഷൻ തെറാപ്പി എന്ന് പറയുന്ന തെറാപ്പിയുണ്ട്. അതുകൂടാതെ വ്യായാമങ്ങളുണ്ട്. ആ വ്യായാമങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യണം. പിന്നെ കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ്, കയ്യിലോട്ട് കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ പിന്നെ യൂട്രസ് റിമൂവ് ചെയ്ത സ്ത്രീകളിലാണെങ്കിൽ ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് കാരണം ബോൺ സ്ട്രെങ്ത്തും കുറവായിരിക്കും. അപ്പോൾ അതിനുള്ള മെഡിസിൻസും നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. വൈറ്റമിന് വേണ്ടിയിട്ടുള്ള വൈറ്റമിൻ D3യും കാൽഷ്യം പോലത്തുള്ള അതുമെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു കുറച്ച് പരിശോധനകളും കൂടെ വേണ്ടി നേരിട്ട് വന്ന് കണ്ട് പരിശോധിച്ചാൽ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഡോക്ടർ എവിടെ ഇരിക്കുന്നത്? ഞാൻ ഉപാസനയിലാണ്. ഡോക്ടറെ ഉപാസനയില് ഞാന് ശ്രീകുമാറിന്റെ ആദ്യമേ നമ്മളെ സതീഷ് ഡോക്ടറെ ട്രീറ്റ്മെന്റ് ആയിരുന്നു നരമ്പിന്റെ. അതെ, ഞാനിപ്പോ ഓർത്തോയുടെ ഡോക്ടറാണ്. കുറച്ച് ഇപ്പൊ ശ്രീകുമാർ
കോളറിന്റെ ട്രീറ്റ്മെന്റ് ഇല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും വന്നിട്ട് പോയതേ ഉള്ളൂ അപ്പൊ ഇനി വരുമ്പം എന്നെ ഒന്ന് കണ്ടോളൂ. ഞാൻ അവിടെ ഓർത്തോയിലാണ്. ഡോക്ടർ ഓർത്തോയില്ല. അതെ അതെ. ഓക്കെ, വിളിച്ചതിന് നന്ദി. നമുക്ക് മറ്റൊരു ശ്രോതാവ് കൂടി ലൈനിൽ ചേരുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ, ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം സാറേ. നമസ്കാരം, പറയൂ, ആരാണ്? ഡോക്ടറെ, എനിക്ക് ചിലപ്പോ ഈ ജീവട്ട് പഠിക്കുമ്പോ ചിലപ്പോ വെള്ളരിക്കൊക്കെ കോച്ചി പിടിക്കും. കോച്ച് പിടിക്കുന്നുണ്ട്. ഓക്കെ, എത്ര വയസ്സുണ്ട്? കാലിന് കോച്ചി പിടിക്കും. എത്ര വയസ്സുണ്ട്? 77. 77 വയസ്സ്. വേറെ മറ്റു അസുഖങ്ങൾ എന്തുണ്ട്? എനിക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം. കൊളസ്ട്രോളൊക്കെ ഇപ്പൊ കുറഞ്ഞു. ഓക്കെ, 110 ഉള്ളൂ. അപ്പൊ ഇത് പെഡലിയുടെ 140 ഉണ്ട്. പെഡലിയുടെ 130 ഉണ്ട്. പെഡലിയുടെ മസിൽസ് പറഞ്ഞോളൂ. കാലിന്റെ മുട്ടി രണ്ടിനും വേദനയാണ്. ഞാൻ കണ്ടോപ്പറേറ്റ് ചെയ്ത് വീട്ടിൽ കിടന്നുകൊണ്ടേ കൂടുതൽ നടക്കാൻ പറ്റിയില്ലായിരുന്നു. പറഞ്ഞോളൂ. ഇങ്ങനെ കാലിന്റെ മുട്ടി രണ്ടും വേദന, ചിലപ്പോ കാലിന് വേദനയൊക്കെ ഉണ്ട്. കണ്ടപ്പോ കുഴമ്പൊക്കെ തന്നെ പെട്ടിക്കൊണ്ട് ഇരിക്കുവോ, എന്തോ മാർഗം? മുട്ടുവേദന ആക്ച്വലി നമ്മൾ പരിശോധിക്കണം, എക്സ്റേ ഒക്കെ എടുത്ത് നോക്കണം. അത് എന്നാലേ തേയ്മാനമോ മറ്റു കാരണങ്ങളോ എന്തോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കഴുത്തിന് വരുന്ന വേദന നമ്മളെ കഴുത്തുകൾക്കുള്ള മസിൽസിനുള്ള ബലക്കുറവായിരിക്കാം. അപ്പൊ അതിനാണെങ്കിലും നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം പിന്നെ TV കാണുമ്പോൾ നേരെ ഇരുന്നാണല്ലോ കാണുന്നത്, അല്ലേ? കിടന്നുണ്ടെന്നല്ലോ. അപ്പം കിടന്നുകൊണ്ട് അത് അപ്പൊ കഴുത്തിന്റെ വേദന വരുന്നതിന്റെ കാരണം കഴുത്തിന്റെ മസിൽസിന്റെ ബലക്കുറവായിരിക്കാം. അപ്പൊ അതിന് നമ്മൾ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്താൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാം. അപ്പൊ എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് വന്ന് കൺസൾട്ട് ചെയ്തോളൂ. അന്നേരം കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. നമ്മുടെ ഈ അവിടുത്തെ ഉപാസന ഡെപ്യൂട്ടി ഡയറക്ടർ മോഹൻകുമാറിന്റെ വീട് അടുത്ത എന്റെ വീടേ. ഓക്കെ, ഞാൻ അവിടെ വന്നാൽ മതിയല്ലോ ഡോക്ടറെ കാണാൻ മതിയല്ലോ? ഓർത്തോയില് വന്നാൽ മതി. ഓർത്തോയിലാണ്. എല്ലാ ദിവസവും ഉണ്ടോ ഡോക്ടർ? എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. ഓക്കെ, താങ്ക് യു സാറേ. ശരി, വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. സർ, അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് കഴുത്തിലെ ഞരമ്പുകൾ കൈയിലേക്ക് വരികയും ആ ഒരു പോയിന്റിലാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ മസിൽസിന്റെ ഒരു ബലക്കുറവ്, അല്ലെങ്കിൽ അതിന്റെ നമുക്ക് ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട് മസിൽസ്. അപ്പൊ ബാക്കിലെ മസിൽസ് ഈ കുനിയുന്ന സമയത്ത് ബാക്കിലെ മസിൽസ് ആണ് ടൈറ്റ് ആവുന്നത്. മറ്റേത് അതിന്റെ ബലം കുറയുകയും ചെയ്യും. അപ്പം ഈ ടൈറ്റ് ആവുന്നതോടൊപ്പം ഈ അതിന്റെ നമ്മളൊരു നോർമലായിട്ടുള്ള ഒരു ബെൻഡ് പോലെയുണ്ട്, ഒരു കർവ് പോലെയുണ്ട്. നോർമലി നമുക്ക് എക്സ്റേയിലൊക്കെ കാണാൻ പറ്റുന്ന ലോഡോസിസ് എന്ന് പറയും. അപ്പൊ അത് സ്ട്രെയിറ്റ് ആവും ഈ ടൈറ്റ് ആകുമ്പോഴത്തേക്ക്, സ്പാസോ എന്ന് പറയും. അപ്പൊ ടൈറ്റ് അതൊരു ശരീരത്തിന്റെ ഒരു പ്രൊട്ടക്ഷനാണ്, പെയിൻ. അപ്പം ശരിക്കും സംഭവിക്കുന്ന ആദ്യം കഴുത്ത് വേദനയാണ് വരുന്നതെങ്കിലും കുറച്ച് കഴിയുമ്പോൾ പേഷ്യന്റിന് ആ കഴുത്ത് വേദന കുറയുന്നതായിട്ട് തോന്നുകയും കഴുത്തിനൊരു പിടുത്തം മാത്രവും ഈ തോളിലോട്ടും കയ്യിലോട്ടുമുള്ള വേദനയായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ഇതിനെ എല്ലാത്തിനും കൂടെ ചേർത്താണ് നമ്മൾ ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം എന്നാണ് ഇതിനെ പറയുന്നത്. അത് അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ഇത് കമ്പ്യൂട്ടർ കൂടുതലായിട്ട് ഉപയോഗിക്കുകയും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരിലായിരുന്നു. IT പ്രൊഫഷണലുള്ളവർക്കാണ് ഇത് ആദ്യം ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണ് അതിന് ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം എന്ന് പക്ഷേ ഇന്നിപ്പം മൊബൈൽ ഫോൺ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ മൊബൈൽ ഫോണുകളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന രീതിയാണ് ഇതിലേക്ക് കൂടുതലും ഈ പെയിൻ അധികരിക്കാനും അത് മാറാതിരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. നമുക്ക് മറ്റൊരു ശ്രോതാവ് കൂടി ചേരുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ, നമസ്കാരം. ഡോക്ടർ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ഞാൻ സോഫിയാണ്. നമസ്കാരം, പറഞ്ഞോളൂ. കാല് ഒടിഞ്ഞ് 7-8 മാസത്തോളം ഞാൻ പ്ലാസ്റ്ററും ഇട്ട് പിന്നെ സ്ലാബൊക്കെ ഇട്ട് പതുക്കെ നടന്നു തുടങ്ങി. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പാരിപ്പള്ളിയിൽ ഡോക്ടറായിരുന്നു. പിന്നെ എനിക്ക് ശരിയാക്കണം, ഞാൻ ആയുർവേദ ട്രീറ്റ്മെന്റിലോട്ട് കയറി. ഇപ്പം കുഴപ്പമില്ല. പക്ഷെ കണ്ണിന്റെ അടുത്ത് മാത്രം നല്ല നീര്. കാലിന്റെ അടുത്ത് മാത്രം. ഓപ്പറേഷൻ ചെയ്താണോ? ഓപ്പറേഷൻ ചെയ്തല്ല, അവര് പാരിപ്പള്ളിയിൽ ഞാൻ വീണ് എണ്ടെല്ലും അങ്ങ് പുറത്ത് വന്നായിരുന്നു കണ്ണിന്റെ അടുത്ത്. എണ്ടെല്ലും പുറത്ത് വന്ന് അവര് വലിച്ചിട്ടായിരുന്നു. വലിച്ചിട്ടിട്ട് ഓപ്പറേഷൻ വേണ്ടെന്നാ പറഞ്ഞ, കാരണം വെച്ചാൽ കൊച്ചു പ്രായം കുറവായതുകൊണ്ട് ഊറി പിടിച്ചോളൂ എന്ന് പറഞ്ഞു. 7-8 മാസം പാരിപ്പള്ളിയിലായിരുന്നു. എത്ര മാസമായി? 8 ഇപ്പം 1 വർഷം കഴിഞ്ഞ്. ഇപ്പൊ എന്താ ഞാൻ പ്ലാസ്റ്റർ ആയിരുന്നു. ഇപ്പൊ അത് പിന്നീട് എക്സ്റേ ഈ കാലിന്റെ കണ്ണിന്റെ അടുത്ത് നല്ല വേദനയും നീരും ഉണ്ട്. നടക്കുമ്പോ അവിടെ ടെക്റ്റും സൗണ്ടും ഉണ്ട് ഒടിഞ്ഞെടുത്ത്. അത് ഇപ്പൊ നമ്മള് പിന്നീട് എക്സ്റേ എടുത്ത് നോക്കുകയൊന്നും ചെയ്തില്ലേ? എക്സ്റേ എടുത്ത് ഞാൻ ഡിസ്ട്രിക്ട് കഴിഞ്ഞ മാസം വന്ന് എക്സ്റേ എടുത്തപ്പം
ഓർത്തോഡോക്സിനെ കാണിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, രക്തോട്ടം കുറവാന്ന് പറഞ്ഞവിടെ. ഉപ്പ് വെള്ളത്തിൽ കാലിറക്കി വെക്കണം, ഒരു ഓയിന്റ്മെന്റ് വന്നിടണം. പക്ഷെ എന്നിട്ട് ഒരു വ്യത്യാസം ഇല്ല. വ്യത്യാസമില്ല. വേറെ ഇപ്പൊ നമുക്ക് നേരത്തെ കാലുവേദനയോ വല്ലതും ഉണ്ടായിരുന്നു? നടുവേദനയോ കാലുവേദനയോ? ഒന്നുമില്ല, എനിക്ക് ഒരു അസുഖം ഇല്ലാത്തതായിരുന്നു. ഈ വീണതിന് ശേഷമാണ് ഈ കാലൊടിവും ഈ പ്രശ്നക്കാലിന്റെ എല്ലാ ബുദ്ധിമുട്ടും. ഇപ്പൊ നടക്കാം, പക്ഷെ കാല് വളഞ്ഞേ നടക്കാൻ പറ്റുന്നുള്ളൂ. നടക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അതെന്തായാലും നമുക്ക് നേരിട്ട് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. പരിശോധിച്ചിട്ട് നമുക്കിപ്പം പൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ അതോ ജോയിന്റ്സിന് എന്തെങ്കിലും ഇതുണ്ടോ? അതെല്ലാം ശരിയായി, ഊറി പിടിച്ചെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തപ്പം നെടുവിന്റെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ കാലിന്റെ കണ്ണിന്റെ അടുത്താണ് പ്രശ്നം. രണ്ട് സൈഡ് കാലിന്റെ അപ്പുറത്തെ ഇപ്പുറത്തെ കണ്ണുണ്ടല്ലോ. നമുക്ക് കാലുകൾ കുഴ ചലിപ്പിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ കാല് കറക്കാനും തിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ ഈ നീരാണ് പ്രശ്നം കണ്ണിന്റെ അടുത്തുള്ള. എന്താ കുഴപ്പമെന്ന് എനിക്ക് അറിയത്തില്ല. വേറെ എന്തെങ്കിലും കാരണമുണ്ടോ നീരിന്? രക്തക്കുറവോ? ഇല്ല. അപ്പൊ ഡോക്ടർ, ആയുർവേദ ഡോക്ടറെ ഇപ്പൊ ട്രീറ്റ്മെന്റ് ആശ്രാമത്ത് പാലിക്കീവ് ഷിറാസ് ഡോക്ടറാ. അപ്പൊ ഡോക്ടർ പറഞ്ഞു കൂടുതൽ നടക്കരുത്, സ്ട്രെയിൻ ചെയ്യരുന്നൊക്കെ. പക്ഷെ നമ്മള് ജോലി കഴിയുമ്പോ കുറച്ചേരം എണ്ണ കെട്ടി കിടക്കുമ്പോ അതങ്ങ് മാറുന്നുണ്ട്. പിന്നെ അങ്ങ് ഭയങ്കര വേദനയും നീരും. ഇപ്പൊ ഞാൻ കുറച്ചേരം യാത്ര ചെയ്തിട്ട് ഇപ്പൊ വന്ന് കേറിയപ്പോഴത്തേക്കും ഭയങ്കര നീരും വേദന. ഒരു ദിവസം സൗകര്യപ്പെടുമെങ്കിൽ ഒന്ന് വന്ന് കാണിച്ചോളൂ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം എന്താണെന്നുള്ള വാസനയിലൊന്ന് വന്ന് കാണിച്ചോളൂ. അപ്പൊ നോക്കിയിട്ട് നമുക്ക് എന്താന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട്. രക്തോട്ടം അങ്ങനെ ഒടിഞ്ഞ കാലില് രക്തോട്ടം ഉണ്ടായ കുറവാണെങ്കിൽ ഇങ്ങനെ വരുമോ? രക്തോട്ടം കുറയേണ്ട ആവശ്യമില്ല സാധാരണഗതിയിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്താലൊക്കെ അറിയാൻ പറ്റും. എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ലല്ലോ. അത് നമുക്ക് പരിശോധിച്ചാലേ ഉള്ളൂ. രക്തോട്ടത്തിൻ്റെത് നമുക്ക് പരിശോധനകളിലൂടെയും മറ്റ് ടെസ്റ്റുകളിലൂടെയും മനസ്സിലാക്കാൻ പറ്റും. ഒരു ദിവസം കണ്ണില് മാത്രം നീര് വരുന്നു. അങ്ങനെ അത് വരുന്ന സാറിന് കാല് തൂക്കിയിട്ടിരിക്കുമ്പോൾ ചിലർക്ക് വരാം. കാല് പൊക്കി വെക്കുന്നതുകൊണ്ട് രാത്രി അത് കുറയും, രാവിലെ വരെ എഴുന്നേക്കുമ്പോൾ ഉണ്ടാവില്ല. അങ്ങനെ സാറേ, പകല് കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഒന്ന് വന്നോളൂ, നോക്കാം. വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. വീണ്ടും ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ 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 കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ, ആരാണ്? ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഞാൻ രാധാമണി, പറയൂ. കൊല്ലം മേവറത്തുനിന്നാണ്. പറയൂ സാർ. വിട്ടുമാറാത്ത ഒരു മുട്ടുവേദന. എത്ര നാളായിട്ടുണ്ട്? 6 മാസം. ഒരു മുട്ടിന് മാത്രമേ ഉള്ളൂ? ഒരു മുട്ടിന് മാത്രമേ ഉള്ളൂ. മുട്ടിന് നീരോ അങ്ങനെയുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? നീരുണ്ട്. ചികിത്സ വല്ല എടുത്താണോ? ചികിത്സ പെയിൻകില്ലറൊക്കെ കഴിച്ചായിരുന്നു, കഴിച്ചായിരുന്നു. കുറവില്ല. എക്സ്റേ വല്ല മുട്ടുവേദന സാധാരണ തേയ്മാനം? എത്ര വയസ്സുണ്ട്? 47. അപ്പൊ 47. അപ്പൊ നമ്മള് മറ്റു കാരണങ്ങൾ എന്തെങ്കിലും പരിശോധന, ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, എക്സ്റേ എടുത്ത് നോക്കണം. എന്നാലേ കൃത്യമായിട്ടത് പരിശോധിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. എന്നാലും അടുത്തുള്ള ഡോക്ടറിനെയോ ഉപാസനയിലോ വന്ന് കാണിച്ചാൽ നമുക്ക് ബാക്കിയുള്ള പരിശോധനകൾ ചെയ്തിട്ട് പറയാൻ പറ്റും. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി 0474293111 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് മറ്റൊരു ശ്രോതാവ് കൂടി ചേരുന്നു. ഹലോ 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 ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണിത്? വസന്ത. ചോദിച്ചോളൂ സാർ. പറഞ്ഞോളൂ വസന്ത. എന്റെ കാലില് ചെറിയ നീര് പോലെ വന്നായിരുന്നു ഡോക്ടറെ. എത്ര നാളായി? 2 ദിവസത്തോളമായി നീര് വന്ന്. അത് കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ച് പാരിപ്പള്ളിയില്. വേറെ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞ് സർജനെ കാണിക്കണം. അവിടെ കൊണ്ട് കാണിച്ചവര് അത് കീറിയായിരുന്നു. കാണിച്ച് കീറി അവിടെ കിടക്കുകയും ചെയ്തു. പിന്നെ കാണിച്ചറിയിട്ടെടുക്കാൻ വയ്യ. അല്ല, അത് കീറിയെന്ന് വെച്ചാൽ വെറുതെ കീറി വിട്ടതേ ഉള്ളൂ, അതോ പരിശോധനയ്ക്ക് എന്തെങ്കിലും അയക്കുകയല്ലോ ചെയ്തോ? എല്ലാം ചെയ്ത് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴ് അവര് പരിശോധിച്ചിട്ട് പറഞ്ഞ് ഇനി വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, പോർട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു കാല് നടക്കാൻ. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് കമ്പി ഇട്ടാൽ ചിലപ്പോൾ ഊരി പിടിച്ചില്ലെങ്കിൽ അത് നടക്കാൻ പറ്റില്ല, പൈസ ഇലവാന്നുള്ളതാണ് പറ്റുന്നത്. കാലിന്റെ ഏത് ഭാഗത്താണ്? കാലിന്റെ വെള്ള. കാലിന്റെ വെള്ളയില്. ഓക്കെ. എന്നിട്ട് പിന്നെ എക്സ്റേ എടുത്തപ്പോഴേക്ക് പറഞ്ഞ് എല്ല് പൊടിയുന്നെന്ന് പറഞ്ഞു. അത് പാരിപ്പള്ളി തന്നെ എടുത്തതാ. സ്കാനോ വല്ലതും ചെയ്തിരുന്നോ? എസ് പോർട്ടിൽ എടുത്തപ്പം പറഞ്ഞ് അത് എന്താണ്? ജോയിന്റ് കാലിന്റെ. അപ്പൊ അത് നേരത്തെ എന്തെങ്കിലും പരിക്കോ പറ്റിയോ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ല,
ആരിപ്പം നടക്കാൻ വയ്യ ഡോക്ടർ. എനിക്ക് ഭയങ്കര വേദനയുണ്ട്. സ്കാൻ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ അത് മുറിവ് ഒരു കുഴി പോലെ മുറിവ്. ഷുഗർ ഉള്ളതാണോ? ഷുഗർ ഉണ്ട്. 180, 150, 110 അങ്ങനെ നിൽക്കുകയാണ്. ഷുഗർ ഉള്ളവർക്ക് അങ്ങനെ വരാം. അത് ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമായിരിക്കാം. ജോയിന്റ് കുത്താൻ എന്തെങ്കിലും ചികിത്സ ഉണ്ടോ ഡോക്ടറെ? ഉണ്ട്. അത് എന്താണെന്നുള്ളതേ നമുക്ക് രോഗിയെ കാണുകയും ഇപ്പൊ എക്സ്റേയോ അല്ലെങ്കിൽ സ്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ എന്താണ് കാരണം. ഇപ്പൊ ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യണം. അതിനോടൊപ്പം തന്നെ അളവ് ഡോക്ടർ അത് മേടിച്ച കാര്യം ഇപ്പം ഒരു ഷൂ തന്നിട്ടുണ്ട്. അപ്പം കൂടുതലും ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കാനാണ് സാധ്യത. പക്ഷെ നേരിട്ട് വന്ന് കാണാൻ പറ്റുമെങ്കിൽ ഞാൻ ഉപാസനയിലാണ്. ഒന്ന് കാണിച്ചോളൂ, നോക്കാം. അത് നേരിട്ട് കണ്ടാലേ നമുക്ക് അതിനെക്കുറിച്ചൊരു പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ. അത് ഷുഗറുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാനാണ് സാധ്യത. ഷുഗർ കൺട്രോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇത് വരാം, എല്ലുകളെ ബാധിക്കുന്ന രീതിയിൽ വരാം. അതാ വന്നോളൂ, ഒരു ദിവസം ഒന്ന് വന്ന് കാണിച്ചാലേ കയ്യിലുള്ള എക്സ്റേയോ അങ്ങനെയുള്ള നമ്മൾ കാണിച്ചതിന്റെ റെക്കോർഡുകളും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞ് നോക്കിയിട്ട് ഞാൻ പറയാം. എല്ലാ ദിവസവും ഉണ്ട്. അൻസു ആനന്ദ്. അതെ. വിളിച്ചതിന് നന്ദി. നമുക്ക് മറ്റൊരു ശ്രോതാവ് കൂടി ചേരുന്നുണ്ട്. ഹലോ. ഡോക്ടർ ചോദിക്കാൻ പരിപാടി സ്വാഗതം. ചോദിച്ചോളൂ. ഈ കാലിന്റെ വെള്ളേ ആരാണ് വിളിക്കുന്നത്? പേര് പറഞ്ഞോളൂ. രഘുവരൻ പിള്ള, ആലമ്പൂട്. പറയാം. എത്ര വയസ്സുണ്ട്? എനിക്ക് 63 വയസ്സ്. പറഞ്ഞോളൂ, എന്താണ്? എന്റെ കാലിന്റെ വെള്ളക്ക് അടലക്കം. ഓക്കെ. ഷുഗർ ഉണ്ടോ? ഞാൻ പറ്റത്തില്ല. ഷുഗറിന്റെ അസുഖമുണ്ടോ? ഷുഗർ ഉണ്ട്. ഷുഗർ മാറ്റാൻ ഇൻസുലിൻ എടുത്ത് നടക്കത്തുള്ളൂ. വേറെ വകുപ്പൊന്നും ഇല്ലേ? ഷുഗറിന് ഇൻസുലിൻ അല്ല, നമ്മൾ മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ആവുന്നില്ല, കാണിക്കുന്നില്ലേ? ആരെയും കാണിച്ചിരുന്നില്ലേ ഷുഗറിന്? ആശ്രാദത്തെ കാണിച്ചത്. അല്ലാതെ ഷുഗർ എന്ന് വെച്ചാലേ ഷുഗർ കൺട്രോൾ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഇൻസുലിൻ ആവശ്യമുണ്ടെങ്കിൽ ഇൻസുലിൻ എടുക്കേണ്ടി വരും. ഇൻസുലിൻ എടുത്തിട്ടും കുറവില്ലയോ? ഷുഗറിന് എങ്ങനെയുണ്ട് ടെസ്റ്റ് ചെയ്തത്? മാറുന്നില്ല. അത് ന്യൂറോപ്പതി എന്ന് പറയുന്നത് ഇതാവാനാണ് സാധ്യത. ഞരമ്പുകളെ ബാധിക്കുന്നത്. ഷുഗർ കാരണം ഞരമ്പുകളെ ബാധിക്കുന്ന അവസ്ഥ വരുമ്പോഴാണ് സാധാരണ അഴലക്കം പോലെയും മുളകരച്ച് തേച്ചിരിക്കുന്ന പോലെയൊക്കെയുള്ള ഇത് വരുന്നത്. അപ്പൊ അത് നമ്മൾ കേട്ടോ. പറഞ്ഞോളൂ. വേറെ ഒരു സംശയം. പിന്നെ ഈ അലോപ്പതിയിൽ ഇൻസുലിൻ എടുക്കുന്നേ, അതെ, ആയുർവേദത്തിൽ വേറെ മരുന്നുണ്ട്. അത് ഉപയോഗിച്ച് നിശേഷം ഷുഗർ മാറും. അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അതങ്ങനെയുള്ള സാധ്യതയില്ല. എന്ന് വെച്ചാൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇൻസുലിൻ ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഇൻസുലിൻ ശരീരം ഉൽപ്പാദിക്കാത്ത അവസ്ഥയിൽ ഇൻസുലിൻ തന്നെ നമ്മൾ എടുക്കേണ്ടി വരും. അത് അല്ലാതെ മാറാനുള്ള സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഞാൻ ഈ DXന്റെ ഒരു കമ്പനി ഉണ്ട്. അതിനകത്ത് RGGL എന്ന 2 ടാബ് ഉണ്ട്. ഈ 2 ടാബ് RGGL 2 ടാബ്. അത് ഒരു ദിവസം RGന്ന് ഒരു ഗുളിക കഴിക്കാൻ, രണ്ടാമത്തെ ദിവസം GLന്ന് കഴിക്കണം. ഇത് കഴിച്ചിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഷുഗർ മാറിക്കഴിഞ്ഞാൽ നിർത്താം, പിന്നെ കഴിക്കേണ്ട. ഇല്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഷുഗർ എന്ന് വെച്ചാൽ നമ്മൾ ഗുളികകൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ, അതിനെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏത് ഗുളിക കഴിച്ചാലും അത് ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ആവാനുള്ള സാധ്യത കുറവാണ്. നമ്മൾ ചിലപ്പം ടെസ്റ്റ് ചെയ്യുമ്പം ഒരു ടെസ്റ്റിലെ കുറവ് കണ്ടു എന്ന് വിചാരിച്ചിട്ടത് നിയന്ത്രിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മളൊരു ഫിസിഷ്യനെയോ എൻഡോക്രൈനോളജിനെയോ കണ്ടാൽ കൂടുതൽ വിവരങ്ങൾ അവർ നിർദ്ദേശിച്ചു തരും. എന്ന് വെച്ചാൽ അതിനകത്ത് ഷുഗർ നമ്മൾ വെറുതെ ടെസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, HbA1c എന്ന് പറയുന്ന ടെസ്റ്റും മറ്റ് ടെസ്റ്റുകളൊക്കെ ഉണ്ട് ഷുഗറിൻ്റെ. അപ്പം അതൊക്കെ നമ്മളത് പരിശോധിച്ച് അതിനുള്ള ചികിത്സ പ്രോപ്പറായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. വീണ്ടും ഒരു ശ്രോതാവ് കൂടി.
ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. പറയൂ, ചോദിച്ചോളൂ. ആരാണ്? സാർ, എന്റെ പേര് നജീമ. ഞാൻ എന്റെ മോൾക്ക് വേണ്ടി ചോദിക്കുകയാണ്. മോൾക്ക് 21 വയസ്സുണ്ട്. മോൾക്ക് ഒരു കാലിന്റെ ഉപ്പൂറ്റി വേദന 1 മാസം കൊണ്ട് പറയുന്നുണ്ട്. ഉപ്പൂറ്റി മാത്രം. അത് കൂടുതൽ നടക്കുന്നുണ്ട്. ഒരുപാട് നടക്കുന്നുണ്ട്. എന്ത് പഠിക്കുവാണോ? പഠിക്കുവാണ്. 8ാം കോളേജ് പഠിക്കുന്നു. ഓക്കെ. അപ്പം നടക്കേണ്ട ആവശ്യം എന്താണ്? ഒത്തിരി നടക്കേണ്ടി വരുന്നത്? വീടിന്റെ ബസ് സ്റ്റോപ്പ് വരെ നല്ല ദൂരം. പക്ഷെ ഒരു കാലിലേ ഉള്ളോ വേദന? ഒരു കാലിന്റെ ഉപ്പൂറ്റിക്ക് മാത്രമേ ഉള്ളൂ. നടുവേദന ഉണ്ടോ? ഇല്ലില്ല, വേറെ ബുദ്ധിമുട്ടുകളൊന്നും പറയുന്നു. ഒന്നുമില്ല. ഇതിനുള്ള ചികിത്സ എന്തെങ്കിലും എടുത്തിരുന്നോ? ഇല്ല, ഇതുവരെ ഡോക്ടറെയൊന്നും കണ്ടില്ല. ഇല്ല. നീളക്കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നീളക്കുറവ് സാധാ, തീരെ കുറവല്ല. അല്ല, അതല്ല, കാലുകൾക്ക് നീളക്കുറവ് ഇല്ല. അപ്പൊ അത് അതും പരിശോധിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാല് പൂറ്റിയുടെ വേദന ആ ഒരു ഭാഗത്ത് വരുന്ന നീർക്കെട്ടോ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളോ ഒന്നുമില്ല. വേദനയില്ല, നടക്കുമ്പോ മാത്രം. മറ്റ് വേറെ ഏതെങ്കിലും ഭാഗത്ത്, ശരീരത്തിലെ വേറെ ഏതെങ്കിലും ജോയിന്റ്സിനോ വേറെ ഭാഗത്തോ? ഇല്ല, വേറെ ഒന്നുമില്ല. അപ്പൊ അത് നമ്മൾ ചിലപ്പോൾ ബ്ലഡിന്റെ ടെസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം. നമ്മൾ മറ്റേ പരിശോധിച്ച് നോക്കണം, ഇടുപ്പിനോ നടുവിനോ എന്തെങ്കിലും അങ്ങനെയുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഉപ്പൂറ്റിയിൽ വേദന വരാം. അപ്പൊ അത് പരിശോധിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം നേരിട്ട് വന്നൊന്ന് കാണാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടെ വിശദമായിട്ട് പറഞ്ഞു. സാർ, അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ മൊബൈലിന്റെ ഉപയോഗം കാരണമാണ് നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നതെന്ന് പറഞ്ഞു. നമ്മളപ്പോ ഇത് കറക്റ്റ് എങ്ങനെയാ സാർ ഇത് ഹോൾഡ് ചെയ്യേണ്ടത്? നമ്മൾ അതെ, ആക്ച്വലി നമ്മൾ മൊബൈൽ ഫോൺ പിന്നെ എപ്പോഴും എല്ലാവരും കൂടുതൽ പേരും കുനിഞ്ഞ് ഇരുന്ന് മൊബൈലിലേക്ക് നോക്കും. മൊബൈലാണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എപ്പോഴും നമ്മൾ നേരെ നമ്മുടെ ഐ ലെവൽ നേരെ നോക്കുമ്പം കാണാവുന്ന രീതിയിലാണ് മൊബൈൽ ഫോൺ ഹോൾഡ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് കൈ കൊണ്ട് അങ്ങനെ പിടിച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായ അത് ബുദ്ധിമുട്ടാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതൊരു അസൗകര്യമോ അല്ലെങ്കിൽ അതൊരു പിന്നെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡുകൾ പോലത്തെ മൊബൈൽ വെക്കാവുന്ന സ്റ്റാൻഡുകൾ ഇപ്പം കൊമേഴ്ഷ്യലി അവൈലബിൾ ആണ്. ഇപ്പം മൊബൈൽ സ്റ്റോഴ്സിലും ഓൺലൈനും ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ ലാപ്ടോപ്പിന്റെയും എന്ന് വെച്ചാൽ നമുക്ക് ഒഴിവാക്കേണ്ട പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ കുനിഞ്ഞ് പോകുന്ന ആ പൊസിഷനാണ് ഒഴിവാക്കേണ്ടത്. അത് മസ്റ്റായിട്ടും ഒഴിവാക്കിയാലേ പറ്റുള്ളൂ. ഇതിപ്പം നമ്മളിപ്പം വേദന വന്നു, നമ്മൾ കൺസൾട്ട് ചെയ്തു, അതിനിപ്പം മസിൽ റിലാക്സന്റ് കഴിക്കുകയോ അല്ലെങ്കിൽ നീർക്കെട്ട് കുറയാനുള്ള മരുന്നുകളൊക്കെ കഴിച്ച് വേദന കുറയ്ക്കാനുള്ള മരുന്നൊക്കെ കഴിച്ചാൽ താൽക്കാലികമായ ആശ്വാസം ഉണ്ടാവുമെങ്കിലും പിന്നീടും നമ്മൾ അതേ ഒരു ശീലങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക് വീണ്ടും അതേ അവസ്ഥയിലേക്ക് തന്നെ വരാനോ ചിലപ്പോൾ അതിൽ കൂടുതലായിട്ട് വരാനോ ഉള്ള സാധ്യതയുണ്ട്. അപ്പം പ്രധാനമായും വേണ്ടത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പം എപ്പോഴും ഒരു സ്റ്റാൻഡിൽ വെച്ച്, നമുക്കൊരു ടേബിളിലാണെങ്കിൽ ഒരു സ്റ്റാൻഡ്, അതിൽ തന്നെ അഡ്ജസ്റ്റബിൾ നമ്മുടെ ഹൈറ്റ്. അപ്പം നമ്മൾ നേരെ നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിൽ, നമ്മളിപ്പോൾ ടി വി കാണുന്ന പൊസിഷൻ, ടി വി കാണുമ്പോൾ നമ്മളൊരു ചെയറിലിരുന്ന് നേരെയല്ലേ കാണുന്നത്, അതിൽ നമുക്ക് കഴുത്ത് ഒരു ഇതും വരുന്നില്ല, അതിന്റെ ന്യൂട്രൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ന്യൂട്രൽ പൊസിഷനിൽ തന്നെ നമുക്കൊരു 4 കിലോയുടെ നമ്മുടെ തലയുടെ ഭാരം എത്രയാണെന്ന് വെച്ചാൽ അത്രയും നമ്മൾ താങ്ങുന്നുണ്ട്. പക്ഷെ നമ്മളൊരു ഡിഗ്രി കൂടുന്നതനുസരിച്ച് അത് കൂടുതൽ ആയാസത്തിലേക്ക് പോവുകയും ആ മസിൽസ് ഭയങ്കര ടൈറ്റ് ആവുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അതുപോലെ തന്നെ ടി വി കാണുവാണെങ്കിൽ തന്നെയും നമ്മൾ കിടന്നുകൊണ്ട് ടി വിയിലേക്ക് നോക്കുന്ന പൊസിഷനും കഴുത്തിന്റെ പൊസിഷൻ, അന്നേരം നമ്മൾ അതിലേക്ക് നമ്മളിപ്പം ഇതിനകത്ത് എല്ലാം ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇപ്പം ഒരു മൊബൈലിനകത്ത് യൂട്യൂബിൽ ഒരു സിനിമ കാണുമെന്ന് വെച്ചു. സിനിമ എന്ന് വെച്ചാൽ ഒരു 2-2.5 മണിക്കൂർ അതിലേക്ക് നോക്കിയിരിക്കുകയാണ്. നമ്മൾ ആ സിനിമയിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. നമ്മുടെ കഴുത്ത് എങ്ങനെ ഇരിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. കഴുത്ത് വേദന വരുമ്പോഴോ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമുക്ക് തോള് വേദന വരുമ്പോഴോ പിന്നീട് കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ കയ്യിലോട്ട് അല്ല സാർ, ഈ കഴുത്ത് വേദന വരുമ്പോഴും തോള് വേദന വരുമ്പോഴും നമ്മൾ ഈ മൊബൈലാണ് ഈ ഒരു പ്രശ്നത്തിന് മൊബൈലാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് അത് വില്ലനാണെന്ന് പറയുന്നത്. നമ്മൾ തിരിച്ചറിയാത്ത വില്ലനാണ് ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞത്. അത് നമുക്കറിയാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ ടെക്സ്റ്റ്നെക്ക് എന്ന് പറയുന്നത് IT പ്രൊഫഷണൽസിന് മാത്രം വന്നോണ്ട്. പക്ഷെ ഇന്നിപ്പം കുട്ടികൾ തൊട്ട് ഇപ്പം മൊബൈൽ യൂസ് ചെയ്യുന്നു. കോവിഡ് വന്ന സമയത്ത് നമുക്കറിയാം, ഓൺലൈൻ ക്ലാസ്സസ് വന്നപ്പോൾ കുട്ടികൾക്കും ടീച്ചേഴ്സും ബാക്കിയെല്ലാം എല്ലാ ഫീൽഡിലുള്ള ആൾക്കാരും ഇതിനകത്ത് വീട്ടമ്മ വരുന്നത് എല്ലാവർക്കും ഉള്ളത് ഈ മൊബൈലിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇപ്പം അങ്ങനെ ഒക്കെ ഉള്ള നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പം വെറുതെ നമ്മൾ എവിടെയെങ്കിലും ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാലും
അവിടെ എല്ലാവരും മൊബൈലിലോട്ട് നോക്കിയിരിക്കുന്നതാണ്. എല്ലാവരും കുനിഞ്ഞ് മൊബൈലിലോട്ട് നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വെയിറ്റിംഗ് ഏരിയയിലും ആരും TV ഒന്നും കാണുന്നതായിട്ട് കാണുന്നില്ല. ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും നോക്കാറുണ്ട്. ആരും അതിലേക്ക് അവരവരുടെ മൊബൈലിൽ അവർക്ക് ഇഷ്ടമുള്ളത് കാണാമല്ലോ. ഒരാൾക്ക് ഇഷ്ടമുള്ളതല്ലല്ലോ പറ്റും. കോമൺ ആയിട്ടൊരു സാധനം കാണാനല്ല. അപ്പം അങ്ങനെയുള്ള ശീലങ്ങൾ നമ്മൾ പിന്നെ ഒഴിവാക്കുക. പിന്നെ ഉപയോഗിക്കുന്ന രീതി മാറ്റുക. ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുക. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു സിനിമ കാണുന്നു. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ സിനിമ കാണുന്നു. അപ്പം നമ്മൾ യൂട്യൂബ് പ്രീമിയം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആഡും കാണാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡിസ്റ്റർബൻസും വരാതെ. പക്ഷെ ഞാൻ പറയുന്നത് ഇത്തിരി ഒരു ആഡ് വരുന്ന ആ ഡിസ്റ്റർബൻസ് നല്ലതാണ്. ആ സമയത്തൊന്ന് നിർത്താം നമുക്ക്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നോക്കാം. TV പോലും ഒരു പക്ഷേ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ആയിരിക്കാം. ആ ഒരു ഇടയ്ക്ക് ബ്രേക്ക് ഇന്റർവെൽസ്, അതായത് നമ്മൾ ഒരേ പൊസിഷനിൽ നോക്കിയിരിക്കുന്ന ഇന്റർവെൽ തീർച്ചയായിട്ടും കുറയ്ക്കണം. അതാണ് നമുക്ക് തന്നെ ചെയ്യുന്നത്. ഇത് പേഷ്യന്റ് തന്നെയാണ്. ഇപ്പോൾ ഒരു ഡോക്ടറുടെ ഇതിലല്ല, നമ്മളത് തിരിച്ചറിയുകയും ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ സ്വയം മാറുകയാണ് ചെയ്യേണ്ടത്. സർ, നമുക്കൊരു ശ്രോതാവ് കൂടിയുണ്ട്. ഹലോ ഹലോ. ഡോക്ടർ ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണിത്? പറഞ്ഞോളൂ. ബിനു കണ്ണാളൂർ. സാറേ പറയൂ. ഡോക്ടർ, ഞാൻ എന്റെ അമ്മയുടെ കാര്യമായിട്ട് വിളിക്കുന്നത്. കാലിലും നീര്, വലത് കാലിലും നീര്, മുട്ടിന് താഴെ. ഓക്കെ, പറയൂ. അപ്പൊ ഷുഗറും പ്രശ്നമൊന്നുമില്ല. ഇത് ഇങ്ങനെ കുറച്ച് നാളുകൊണ്ടേ ഉണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് നെഫ്രോ ഒക്കെ കാണിച്ചു. അപ്പൊ അതൊന്നും അല്ല കുഴപ്പമെന്ന് പറയുന്നു. അപ്പൊ എന്താണെന്നുള്ള. മുട്ടിന് നീരുണ്ടോ? മുട്ടിന് നീരില്ല. മുട്ടിന് താഴെ മസിലുകളിൽ. ഒരു കാലിലേ ഉള്ളോ? ഒരു കാലിലേ ഉള്ളൂ. നടുവിന് വേദനയുണ്ടോ? നടുവേദന വലുതായിട്ടില്ല, എന്നാലും ഉണ്ട്. അപ്പം നമ്മൾ അതൊരു കാരണമാവാം. നടുവിൻ്റെ വേദന, ഇപ്പം നടുവിൻ്റെ തേയ്മാനമോ കണ്ണികൾക്കുള്ള ബലക്കുറവോ ഒക്കെ കൊണ്ട് ഞരമ്പ് വഴിയുള്ള ഇത് ഇങ്ങനെ മുട്ടിന് താഴെ നമ്മുടെ വണ്ണയ്ക്ക് നീരായിട്ട് വരാം. പിന്നെ മറ്റ് അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ അതായിരിക്കാനാണ് സാധ്യത. മുട്ടിൻ്റെ തേയ്മാനോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ മുട്ട് നമുക്ക് മടക്കാനോ അതിന് വഴക്കത്തിന് നടക്കുമ്പം ബുദ്ധിമുട്ടോ പടികൾ കയറാനൊക്കെയുള്ള ബുദ്ധിമുട്ടോ അങ്ങനെയൊക്കെയുള്ളതാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ ഇത് ഓർത്തോ ഡോക്ടേഴ്സിനെ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? സർജനെ കാണിച്ചായിരുന്നു കൊല്ലത്ത്. അത് ഓർത്തോയും കൂടെ ഒന്ന് നോക്കണം. എന്ന് വെച്ചാൽ നടുവിൻ്റെ പ്രശ്നങ്ങൾ, നടുവിനോ അല്ലെങ്കിൽ ഇടുപ്പിൻ്റെ ഭാഗത്തോ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടും മുട്ടിന് താഴോട്ടോ പെയിൻ വരാം. അപ്പൊ അതൊന്ന് നമ്മൾ ചൊറിച്ചിലുണ്ട്, കാല് ഭയങ്കര ചൊറിച്ചില്ല. ഷുഗർ ഉണ്ടോ? ഡയബറ്റീസ് ഉണ്ടോ? ഇല്ല. അപ്പൊ അതൊന്ന് നേരിട്ട് പരിശോധിച്ച് നമുക്ക് എന്താണെന്ന് നിശ്ചയിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ അതും ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നടുവ് സംബന്ധമായോ അല്ലെങ്കിൽ ഇടുപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് ഇതിൽ നോക്കേണ്ടത്. ഓർത്തോയിൽ കൺസൾട്ട് ചെയ്യണം. വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0474293111 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് നോക്കാം. മറ്റൊരു ശ്രോതാവ് കൂടി ചേരുന്നുണ്ട്. ഹലോ. പറഞ്ഞോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എനിക്ക് 55 വയസ്സുണ്ട്. എനിക്ക് കോൺക്രീറ്റിന്റെ വർക്കാണ്. പറയൂ. അപ്പൊ നമ്മൾ ഈ ചുമട് തോന നേരം എടുത്തൊരു 1 മണിക്കൂർ നേരം കഴിയുമ്പോഴത്തേക്ക് ഈ പെടലിയുടെ ഇടത് സൈഡ് ബാഗില് ഭയങ്കര വേദനയാണ്. അത് തേയ്മാനമായിരിക്കാനാണ് സാധ്യത. എന്ന് വെച്ചാൽ നമുക്ക് ഞാൻ നേരത്തെ ഇപ്പം ഇതിന്റെ ആദ്യ ഭാഗം കേട്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുമായിരുന്നു. നമ്മുടെ ഈ കശേരികൾക്ക് ഒരു 4 കിലോ, മാക്സിമം 4 കിലോ, അത് നമ്മുടെ തലയുടെ വെയിറ്റാണ്. അത് താങ്ങാനുള്ള ബലം മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ എത്ര ഭാരം നമ്മൾ തലയിലെടുത്ത് വെച്ചാലും അത് നമ്മുടെ കഴുത്തിന് തേയ്മാനം ഉണ്ടാക്കുകയും ആ മസിലുകൾക്ക് ആയാസം ഉണ്ടാക്കുകയും ചെയ്യും. ഇപ്പം നമ്മുടെ അതൊരു 10-50 കിലോ ഒക്കെ അല്ലേ? 50 കിലോ എടുക്കാനുള്ള അത് തന്നെ. അത് ആക്ച്വലി അത് തന്നെയാണ് കാരണം. അത്രയും വെയിറ്റ് താങ്ങാനുള്ള ബലം നമ്മുടെ കഴുത്തിനില്ല. കഴുത്തിന് ആപ്പാടെ ഞാൻ പറഞ്ഞില്ല, കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും മേളിലോട്ടും താഴോട്ടും നോക്കാനുള്ള അത്രയും ഉള്ള ബലമുള്ള മസിൽസ് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ ആയാസം തുടർച്ചയായി വരുന്നത് കൊണ്ടാണ് തേയ്മാനം വരുന്നതും ആ വേദന വിട്ടുമാറാതെ നിൽക്കുന്നതും. അപ്പൊ അതിന് ഫിസിയോതെറാപ്പി ചെയ്തിട്ടുണ്ടോ? കാണിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഒന്നും കാണിച്ചിട്ടില്ല. അതൊന്ന് നമ്മള് ഓർത്തോ സ്ഥലം എവിടെയാ? അപ്പം ഓർത്തോ ഒരു കൺസൾട്ടേഷൻ ആവശ്യമുണ്ട്. നമുക്ക് എക്സ്റേ എടുത്ത് നോക്കണം, തേയ്മാനം ഉണ്ട്. പിന്നെ നമുക്ക് ഫിസിയോതെറാപ്പി കൊണ്ട് അതിനകത്ത് പ്രയോജനം ഉണ്ടാവും. ഈ മസിൽസ് ബലപ്പെടുത്തുന്ന വ്യായാമങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യം ഫിസിയോതെറാപ്പി കൊണ്ട്. അതിന് മുന്നേ തന്നെ ഓർത്തോയെ ഒന്ന് കാണിച്ചിട്ട് കൃത്യമായിട്ട്
എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടേ ഈ ജോലി അത്രയും ആയാസമുള്ള ജോലി ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും. അത് ചെയ്യുന്നതോറും നമുക്ക് പോകെ പോകെ കൂടുതലാവത്തേ ഉള്ളൂ. കയ്യിലോട്ട് വേദനയും കയ്യിലോട്ട് കഴിക്കുന്ന പോലത്തെ വേദനയും പെരുപ്പും ഈവൻ ബലക്കുറവ് വരെ വേണമെങ്കിൽ വരാം. അതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് വരാം. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പം അത് ഒരേ കാരണമാണ്, ഈ കഴുത്തിന് വരുന്ന ആയാസമാണ് അവിടെ. അത് നമുക്ക് അത്രയും നമ്മൾ ചെയ്യുന്ന ജോലി തന്നെയാണ് അതിന്റെ കാരണം. അതൊന്ന് വന്ന് നേരിട്ട് കണ്ടോളൂ. ഓക്കെ, വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി 0474293111 എന്ന നമ്പറിലേക്കാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വിട്ടുമാറാത്ത കഴുത്തുവേദന. മറ്റൊരു ശ്രോതാവ് കൂടി ലൈനിൽ ചേരുന്നുണ്ട്. ഹലോ. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, പറയൂ. ഞാൻ 2 വർഷമായി എന്നെ ഹോട്ടലിൽ ജോലി ചെയ്യാണ്. വേറെ ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത്. നിന്നുള്ള പണിയാണ്. അതെ, പറയൂ. അപ്പൊ നിന്നുള്ള പണി രാവിലെ 8 മണി മുതൽ രാത്രി 9 വരെ നിൽക്കണം. ഉച്ച കിട്ടുന്ന വെറും 6 മണിക്കൂറാണ്. അത്രേ ഉള്ളൂ റെസ്റ്റ്. അത്രേ ഉള്ളൂ. അതിന് ശേഷം ഞാൻ ഈ കാടിന്റെ ഉപ്പുറ്റി ഗ്രൈൻഡറിന്റെ ഭയങ്കര പേരാ. അങ്ങനെ ഞാൻ ഈ ചവറയിലെ ഒരു ഡോക്ടറുണ്ട്, ആയുർവേദ ഡോക്ടർ. അയാളെ പോയി കണ്ടു. അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുന്നത് ബക്കറ്റിനകത്ത് ചൂടുവെള്ളം ഇട്ട് കാല് 2 മുക്കി വെക്കുക. അത് കുറച്ച് ദിവസത്തേക്ക് ഇത്തിരി ആശ്വാസം കിട്ടും. പിന്നെ വീണ്ടും തുടങ്ങും, വീണ്ടും അസുഖം ഉണ്ടാവും. പിന്നെ വീണ്ടും അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ഷുഗറിന്റെ എല്ലാം എടുത്തിട്ടുണ്ട്, ഷുഗർ ഉണ്ടോന്ന് വെച്ചു. അപ്പൊ ഷുഗർ പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞ് ഷുഗർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും പറഞ്ഞു. ഞാൻ ഷുഗറിന്റെ പരിശോധിച്ച് പേപ്പർ എടുത്ത് കൊടുത്തു. അപ്പൊ ഷുഗർ കുറവാണ്, നോർമലാണ്. അപ്പൊ പറഞ്ഞു യൂറിക് ആസിഡാണ്. അത് കണ്ടിട്ട് പറഞ്ഞു യൂറിക് ആസിഡ് ഉണ്ടാകുന്നതാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇപ്പൊ അങ്ങനെ ഗുളിയൊക്കെ മരുന്ന് ഗുളിക എണ്ണയൊക്കെ തന്നായിരുന്നു. അത് തേച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഈ കണ്ണിന്റെ ഭാഗത്ത് നീര് കയറും. വലുത് കാലത്തിൽ കണ്ണിന്റെ ഭാഗത്ത് നീര് കയറുകയാണ്. അപ്പൊ അത് നമ്മള് മറ്റേ ടെസ്റ്റുകളും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം. എന്ന് വെച്ചാൽ അതിനകത്ത് ഉപ്പൂറ്റി നമ്മൾ ഒരുപാട് നേരം നിൽക്കുകയും നടക്കുകയും ഒക്കെ ചെയ്തു. ഒരുപാട് നേരം ഭാരം താങ്ങുന്ന രീതിയിലുള്ള ജോലിയാണല്ലോ നമുക്കുള്ളത്. അത് നടക്കണോ നിൽക്കുകയും ചെയ്യണമല്ലോ. അതാ പറഞ്ഞത്. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് അതൊരു കാരണമാവാം. പിന്നീട് നടുവിന്റെ ഭാഗത്ത് ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട്, നടുവിന് തേയ്മാനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞരമ്പ് വഴി ഇങ്ങനെ ഉപ്പുറ്റിക്ക് വേദന വരാം. അപ്പോൾ അത് നമ്മൾ പരിശോധിച്ച് നോക്കുകയും ഇപ്പം ഷുഗറും യൂറിക് ആസിഡും നോക്കിയതാണെങ്കിൽ മറ്റ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം. ESR അങ്ങനെയൊക്കെയുള്ള മറ്റ് ടെസ്റ്റുകളെല്ലാം ചെയ്ത് നോക്കണം, അതെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇപ്പം നമുക്കത് കൃത്യമായിട്ട് പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് എന്തായിരിക്കും അതിനുള്ള കാരണം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നേരിട്ട് വന്ന് കണ്ടോളൂ. വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി 0474293111 എന്ന നമ്പറിലേക്കാണ്. മറ്റൊരു ശ്രോതാവ് കൂടി ചേരുന്നുണ്ട്. കോൾ ഡ്രോപ്പ് ആയിരിക്കാണ്. സാർ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ടെക്നെക് സിൻഡ്രോം എന്ന വിഷയത്തെ കുറിച്ചാണ്. സാർ, അപ്പം ഇത് യൂഷ്വലി ഇതിന്റെ ഒരു തുടക്കത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്നല്ലോ. അതെ, അത് പലപ്പോഴും ആദ്യ സമയത്ത് നമ്മൾ അറിയില്ല. ഈ പറഞ്ഞ കണക്ക് ഇത് നമ്മളൊരു ഹാബിറ്റ് സാധാരണ പോലെ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണല്ലോ വരുന്നത്. ഞാൻ പറഞ്ഞത് ടെക്നെക് സിൻഡ്രോമിൽ കൂടുതലും മൊബൈലും ലാപ്ടോപ്പും അങ്ങനെയുള്ള, ലാപ്ടോപ്പ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും ലാപ്പിൽ വെച്ച് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ കഴുത്ത് കുനിഞ്ഞു നോക്കിയാലേ പറ്റുള്ളൂ. ഇപ്പോൾ ലാപ്ടോപ്പ് പോലും ഇപ്പം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അത് സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മുടെ ഐ ലെവലിലേക്കാക്കി, ഈ ഡെസ്ക്ടോപ്പ് സാധാരണ കമ്പ്യൂട്ടർ ആണെങ്കിലും എല്ലാം നമ്മുടെ ഐ ലെവലിൽ, അതിനകത്താണെങ്കിലും ടൈപ്പ് ചെയ്യാനായിട്ട് സാധാരണ ഇതിനകത്ത് ടൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പല പ്രാവശ്യം ഈ കീബോർഡിൽ നോക്കുകയും ഇതിൽ നോക്കുകയും അപ്പം റിപ്പീറ്റഡ് ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട്, ഈ മൂവ്മെന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ റിപ്പീറ്റഡ് മൂവ്മെന്റ്സ് വരുമ്പം ആണ് ഇതിന് ഈ മസിൽസിന് ടൈറ്റ്നസ് വരുന്നത്. ആദ്യം നമുക്ക് ഒരു പിടുത്തം പോലെയാണ് തോന്നുന്നത്. അപ്പൊ നമുക്കിപ്പോ ഒരു ആദ്യം കഴുത്തിനായിരിക്കും. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ ഡ്രൈവിങ്, 2 വീലർ ഡ്രൈവിങ്, ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പം പല പേഷ്യൻസും വന്ന് പറഞ്ഞിട്ടുണ്ട് ലോങ് ഡ്രൈവ് ഒക്കെ കഴിയുമ്പോൾ കഴുത്തിനൊരു പിടുത്തം. അപ്പൊ നമുക്കത് ചിലപ്പോൾ എന്തെങ്കിലും ലോക്കലായിട്ട് എന്തെങ്കിലും അപ്ലൈ ചെയ്ത്, ഇപ്പൊ മസിൽ റിലാക്സൻ ഓയിൻമെന്റ് ഒക്കെ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ ഇടുമ്പോഴോ അല്ലെങ്കിൽ ഈവൻ ചൂട് കൊടുക്കുമ്പോൾ, ചൂട് ഒരു മസിൽ റിലാക്സന്റ് ആണ്. അപ്പം അതിട്ടാലും കുറയും, എണ്ണയിടുകയൊക്കെ ചെയ്യുമ്പോൾ. അപ്പൊ അപ്പോഴത്തേക്ക് താൽക്കാലികം. പക്ഷെ അത് പൂർണ്ണമായും മാറുന്നില്ല. വീണ്ടും അതേപോലുള്ള ഇത് വരുമ്പോഴത്തേക്ക് നമുക്കിത് നമ്മളെ അത്
ശരിക്കും അത് നമ്മുടെ നോട്ടീസിലേക്ക് വരുന്നത് ഈ തോളിലേക്കും പുറകിലേക്കോ, തോളിന് പുറകിലേക്കോ കയ്യിലോട്ടോ വേദന വരുമ്പോഴായിരിക്കും പേഷ്യന്റ് അത് നോട്ടീസ് ചെയ്യുന്നത്. അപ്പൊ അതുവരെയും അതിന് മുന്നേ ഉള്ള ദിവസങ്ങളിലുള്ള ഈ ഒരു ആയാസം വരുന്നത്. ഇപ്പൊ സാധാരണ നമ്മുടെ വീട്ടിലെ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്കാണോ കഴിഞ്ഞ ദിവസം വന്ന ഒരു അമ്മ പറഞ്ഞ കണക്ക് വീട്ടിൽ കുറച്ച് നേരം എന്തോ ഫംഗ്ഷൻ ഉണ്ടായിട്ട് കൂടുതൽ സമയം തേങ്ങ തിരിങ്ങി. ഈവൻ തേങ്ങ തിരങ്ങണമെങ്കിലും നമ്മൾ ആ ഒരു തല കുനിച്ചിരുന്ന് ചെയ്യല, അതിനുശേഷമാണ് അത് ശ്രദ്ധിച്ചത്. അപ്പൊ അതുപോലെ ആ പൊസിഷൻ പോലും നേരത്തെ കുറച്ച് തീരുമാനം ഉണ്ടായിരുന്നു, കുറഞ്ഞിരുന്ന. അപ്പൊ തേങ്ങ തിരിങ്ങിപ്പോ അപ്പൊ അതുപോലുള്ള ഇപ്പൊ തേങ്ങ തിരികോ അല്ലെങ്കിൽ ഇപ്പൊ മത്സ്യം മുറിക്കോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ പോലും, സാധാരണ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും ഇത് വരാം. അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിന്റെ ആരംഭമായിട്ട് തന്നെ എടുക്കണം. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. അതിന്റെ ട്രീറ്റ്മെന്റിലേക്കാണ് നമ്മൾ പറയുന്നത്. അതിന് ഏറ്റവും എന്ന് വെച്ചാൽ ഈ മസിൽസ് ടൈറ്റ്നെസ് കുറയ്ക്കാനുള്ള വ്യായാമങ്ങളും ഫിസിയോതെറാപ്പി, അതാണ് പറയുന്നത്. ഫിസിയോതെറാപ്പിയിൽ നമ്മൾ ഇന്റർവെൻഷണൽ തെറാപ്പി എന്ന് പറയുന്ന ഇന്റർവെൻഷണൽ തെറാപ്പി ഉണ്ട്. അത് ഫിസിയോതെറാപ്പിസ്റ്റുകളെല്ലാം അവർ നിർദ്ദേശിക്കും. അതുപോലെ വ്യായാമങ്ങളുണ്ട്. വ്യായാമങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളതും അത് റെഗുലറായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. വേദന കുറഞ്ഞാലും വ്യായാമം ചെയ്താൽ മാത്രമേ വീണ്ടും വരാതിരിക്കുകയോ അല്ലെങ്കിൽ അത് പിന്നെ വരുമ്പോൾ അത് ചെറിയ രീതി, ഇപ്പം നമുക്ക് ഈ സ്ട്രെയിൻ ഒട്ടും വരാതിരിക്കാനൊന്നും പറ്റില്ല. ചിലപ്പോൾ അപ്രതീക്ഷിതമായി നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും, അല്ലെ അപ്രതീക്ഷിതമായി ഒരു ദിവസം കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതല്ല, അത് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യുന്ന രീതി നിയന്ത്രിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ അത് ചെയ്യുന്ന സമയം, ഇപ്പോൾ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന വേറെ അതാണ് ഈ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്നവർ. അവർക്ക് ആക്ച്വലി ഇത് കൂടുതൽ റിസ്ക് ആണ്. അവരതിനകത്തോട്ട് നോക്കി വളരെ മണിക്കൂറുകളോളം നോക്കിയായിരിക്കും അത് റിപ്പയർ ചെയ്യുന്നത്. അപ്പം ചിലപ്പം ആദ്യം ഒരു ചെറിയ ഇത് വരും, അടുത്തൊരു പിടുത്തം പോലെയൊക്കെ വന്നതൊക്കെ അത് കുറഞ്ഞു പോയി. പക്ഷെ വീണ്ടും അത് തന്നെ ചെയ്യുന്നത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട്. അപ്പം ലാബിൽ വർക്ക് ചെയ്യുന്നവർക്ക് മൈക്രോസ്കോപ്പിലോട്ട് നോക്കേണ്ടി വരുന്നത്. അപ്പം നമ്മൾ ചുരുക്കത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് സമൂഹത്തിലെ എല്ലാ തരത്തിൽ ജോലി ചെയ്യുന്നവർക്കും ഈ റിസ്ക് ഉണ്ട്. ചിലർക്ക് ജോലിയുടെ ഭാഗമായിട്ടുണ്ട്, ചിലരത് ഇങ്ങനെ മൊബൈലും കമ്പ്യൂട്ടറും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിന്റെ ഭാഗം. ഇവൻ ഡോക്ടർമാർക്കും ഉണ്ട്. സർജറി ചെയ്യുന്ന ഡോക്ടറിൽ നീണ്ട നേരം നിന്ന് സർജറി ചെയ്യുന്ന ഡോക്ടർമാർക്ക്, ഡെന്റിസ്റ്റുകൾക്ക്, ഡെന്റൽ അവരുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് പേര് പേഷ്യൻസ് അങ്ങനെ വരുന്നുണ്ട്. ഡെന്റിസ്റ്റ്, പിന്നെ ഈ മറ്റേ ബ്യൂട്ടീഷ്യന്മാർക്ക് എപ്പോഴും കഴുത്ത് കുനിഞ്ഞ് നമ്മളുടെ പിന്നെ അതിലേക്ക് കോൺസെൻട്രേറ്റ്. ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾ, ഇപ്പൊ എൻട്രൻസ് ഒക്കെ വരുമ്പോൾ പല കുട്ടികളും കണ്ടിന്യൂസ് ആയിട്ടിരുന്നതിന്റെ പ്രിപ്പറേഷനായിട്ട് വേണ്ടിയിരുന്ന്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇരിക്കുന്ന പോസ്ചറാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നട്ടലിനൊരു കംഫർട്ടബിൾ പോസ്റ്റർ ഉണ്ട്. നമ്മളത് സപ്പോർട്ട് ചെയ്ത് തല നേരിയും ബാക്ക് സപ്പോർട്ട് ചെയ്ത് ഇരിക്കുന്നത്. ആ പോസ്റ്ററിലല്ലാതെ നമ്മൾ ചിലരെ ശീലമായിട്ട് കുനിഞ്ഞ് ഇത് ചെയ്യുന്ന രീതിയിലുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള ആ പോസ്ചറൽ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് തന്നെ ആ പെയിൻ ഡിസപ്പിയർ ചെയ്യും. വേറൊരു മരുന്നിന്റെയോ വേറൊരു ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഈ മസിൽ സ്ട്രെങ്തനിങ് ആണ് ഇതിനകത്ത് ഏറ്റവും നമുക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൽ ഈ സർവൈക്കൽ മസിൽ സ്ട്രെങ്തനിങ് ആണ്. ഐസോമെട്രിക് നെക്ക് എക്സസൈസ് വളരെ സിമ്പിൾ എക്സസൈസ് ആണ്. ഏത് ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടാലും അവർക്ക് ഈസി ആയിട്ട് പഠിപ്പിച്ച് തരാവുന്നേ ഉള്ളൂ.